കർത്താവിൽ പ്രിയ ദൈവജനമേ, ഏവർക്കും വീണ്ടും വരാമെന്ന് വാഗ്ദത്തം ചെയ്ത വല്ലഭനായ ഉന്നതനായ വലിയവനായ യേശു ക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത നാമത്തിൽ ഇവർക്കും എൻ്റെ സ്നേഹവന്ദനം. നീമതി യേശു എന്ന യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ, കർത്താവിനോട് അടുക്കുവാൻ, കർത്താവിനോട് അടുപ്പം കൂട്ടുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. അതിനായി സ്തോത്രം ചെയ്യാം. ഒരേ ഒരു ജീവിതം കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണ്. ഈ മൺപാത്രമാകുന്ന ഈ ശരീരത്തിൽ, ഈ മൺപാത്രങ്ങൾ പകരപ്പെട്ടിരിക്കുന്ന ആത്മാവാകുന്ന ആ ഒരു വെളിച്ചം, ആ ഒരു ശക്തി, അതിനെ പരിപോഷിപ്പിക്കുവാനും അതിനെ ബലപ്പെടുത്തുവാനും നിത്യതയ്ക്കായി ഒരുക്കുവാനൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ബലപ്പെടുത്തട്ടെ. അതുകൊണ്ട് അലസരായിരിക്കരുത്. പലപ്പോഴും മന്ദതയോടിരിക്കുന്ന അനുഭവങ്ങളുണ്ട്. നമുക്കുള്ളിൽ തന്നിരിക്കുന്ന ആത്മാവിന് എത്ര നാൾ ഈ ശരീരത്തിൽ ഈ ആത്മാവിരിക്കുന്നു അത്രയും നാൾ ഈ ശരീരം ആത്മാവിന് വേണ്ടി കരുതുവാനും ആത്മാവിനെക്കുറിച്ച് ചിന്തിക്കുവാനും ആത്മാവിനെ നിത്യതയ്ക്കായി ഒരുക്കുവാനും ഓരോ ദൈവമക്കൾക്കും സാധിക്കണം. അതിനായി ദൈവം ഒരുക്കട്ടെ. ഈ തിരുവചന സന്ദേശങ്ങൾ കേൾക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ അതിലേക്കായി നിങ്ങളെ ശക്തീകരിച്ച് ബലപ്പെടുത്തുമാറാകട്ടെ. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നോമ്പ് കാലഘട്ടത്തിലെ 4-ാമത്തെ ഞായറാഴ്ചയാണ്. ഈസ്റ്ററിന് മുൻപുള്ള 3-ാമത്തെ ഞായറാഴ്ചയാണ്. ഇവരെ ഹാർദവുമായി ഈ ഒരു കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കണ്ണുകളടയ്ക്കാം, നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. യഹോവ വാഴുന്നു, ഭൂമി ഘോഷിച്ചാനന്ദിക്കട്ടെ, ബഹുദ്വീപുകളും സന്തോഷിക്കട്ടെ. മേഘവും അന്ധകാരവും അവൻ്റെ ചുറ്റുമിരിക്കുന്നു, നീതിയും ന്യായവും അവൻ്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനം ആകുന്നു. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്ന സർവവല്ലഭനായ സ്വർഗീയ പിതാവ്, ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ ലോകത്തിൻ്റെ ആരംഭം മുതൽ ലോകത്തിൻ്റെ അവസാനം വരെ സകല സൃഷ്ടിയോടും കൂടെയുണ്ടെന്ന് വാഗ്ദത്തം ചെയ്തു. പ്രത്യേകിച്ചും സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനോട് വാസം ചെയ്യുവാൻ ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ വാസം. നന്ദി പിതാവേ. ഈ ദിനങ്ങളിലൊക്കെ കർത്താവെ അവിടുത്തെ സാന്നിധ്യം അനുഭവിക്കുവാൻ ലഭിക്കുന്ന ഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം. ഈ പുതിയ മാസത്തിൻ്റെ 2-ാമത്തെ ഞായറാഴ്ചയ്ക്കായി സ്തുതിക്കുന്ന പിതാവ്, ഈ നോമ്പിൻ കാലഘട്ടത്തിൽ ഞങ്ങളെ വിശുദ്ധിയോടെ പ്രാർത്ഥനയോടെ ഞങ്ങളുടെ ജീവിതത്തിലെ പാപങ്ങളെ ഉപേക്ഷിച്ച് വിശുദ്ധിയിലും പ്രാർത്ഥനയിലും ദൈവകൃപയിലും വളരുവാൻ, വളർത്തപ്പെടുവാൻ ദൈവത്തിൻ്റെ ആത്മാവെ ഞങ്ങളെ ഒരുക്കി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങൾ നിറയ്ക്കണമേ. സുഖബല ദീർഘായുസ് നൽകണമേ. അവിടുത്തെ ആത്മാവിൻ്റെ കൃപ കൊണ്ട് ഞങ്ങളെ പൊതിയണമേ. അപ്പ ഇന്ന് കേൾവിക്കാരായ എല്ലാ അവിടുത്തെ പ്രിയ മക്കളെ കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെ മേലും ദൈവകൃപ പകരണമേ. അപ്പ കർത്താവെ, ആത്മാവിൽ വചനം കേൾക്കുവാൻ, ധ്യാനിക്കുവാൻ തീരുമാനമെടുത്ത് കർത്താവിൻ്റെ നാമമഹത്വത്തിനായി ജീവിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കണമെന്ന് യേശു രക്ഷിതാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. ആമീൻ, ആമീൻ. പ്രിയരെ, കഴിഞ്ഞ ആഴ്ചയിൽ തിരുവചന സന്ദേശത്തിൻ്റെ ഒടുവിൽ ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. ഹിസ്കിയ രാജാവിന് മരണകരമായ രോഗം ബാധിച്ച് കിടപ്പിലായപ്പോൾ ദൈവത്തിൻ്റെ സന്ദേശം വഹിച്ചുകൊണ്ട് ഹിസ്കിയാവിൻ്റെ അടുക്കൽ വന്ന പ്രവാചകൻ്റെ പേര് എന്താണ് എന്നതായിരുന്നു. ധാരാളം പേർ വളരെ ശരിയായ ആൻസറാണ് അതിൽ നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് നന്ദി അർപ്പിക്കുന്നു. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് യെശയ്യാ പ്രവാചകനാണ് ഹിസ്കിയാവിനെ അടുക്കൽ ദൈവത്തിൻ്റെ അരുളപ്പാടുമായി കടന്നു വന്നത്. പ്രത്യേകിച്ചും അതിൽ പങ്കുചേർന്ന എല്ലാവരുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇന്നത്തെ ധ്യാനത്തിൻ്റെ ഒടുവിലും ഒരു ചോദ്യമുണ്ടാകും. പ്രാർത്ഥനയോടെ ശ്രദ്ധയോടെ കേൾക്കുക. ദൈവവചനങ്ങളെ, മർമ്മങ്ങളെ ഹൃദയത്തിൽ സ്വാംശീകരിക്കുക, ജീവിതത്തിൽ അത് അനുകരിക്കുക. ജീവിതത്തിൽ അത് അനുഗ്രഹമേ കൊണ്ടുവരികയുള്ളൂ. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് നാം ധ്യാനിക്കുവാൻ പോകുന്ന ചിന്താവിഷയം വിടുതൽ നൽകുന്ന ആരാധന. ആരാധന ജീവിതത്തിൽ വിടുതൽ നൽകുന്നു എന്ന ചിന്തയെ ആസ്പദമാക്കി ഒരു വ്യത്യസ്തമായ സംഭവത്തെ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ട് നാം ഇന്ന് ധ്യാനിക്കുവാനായി പോവുകയാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 11 മുതൽ 18 വരെ വായിക്കുമ്പോൾ ഒരു സംഭവത്തെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ദൈവത്തിൻ്റെ പ്രിയദാസനായ മോശ മിദ്യാനിൽ തൻ്റെ അമ്മായിയപ്പനായ യിത്രോവിൻ്റെ ഭവനത്തിൽ 40 വർഷം യിത്രോവിൻ്റെ ആടുകളെ മേയ്ക്കുന്ന ഒരു ചിത്രത്തെ കാണുവാനായി സാധിക്കും. 1-2 വർഷമല്ല, 40 വർഷം. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. ജീവിതത്തിൽ ഒരു 40 വർഷം ഒരു സ്ഥലത്ത് ആടുകളെ മേയ്ക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതം. മോശയെക്കുറിച്ച് നമ്മൾ വളരെ വ്യത്യസ്തമായിട്ട് ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്നും പലായനം ചെയ്യിച്ച് കനാൻ ദേശത്തേക്ക് വഴി നടത്തുന്ന മോശയുടെ ഒരു വലിയ ചരിത്രം തന്നെ
നാം എത്രയോ കാലങ്ങളായി ധ്യാനിക്കുന്നു, മനസ്സിലാക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എന്നാൽ അതിന് തൊട്ട് മുമ്പുള്ള ഈ ഇസ്രായേൽ മക്കളെ ദൈവത്തിൻ്റെ നിയോഗപ്രകാരം വിടുതൽ ചെയ്തതിന് തൊട്ട് മുമ്പുള്ള 40 വർഷം ആടുകളെ മേയിച്ച് ആടുകളോടൊപ്പം വാസം ചെയ്ത് തരിശു ഭൂമികൾ, അതായത് കുന്നുകളും മലകളും താഴ്വരകളും മരുഭൂമികളും ഒക്കെ കയറിയിറങ്ങി ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ജീവിച്ച മോശയെക്കുറിച്ചാണ്, മോശയുടെ ജീവിതാനുഭവത്തെയാണ് ആ പശ്ചാത്തലമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒരിക്കൽ ഒരു ദിവസം യിത്രോവിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയാണ്. ആ ഒരു പ്രത്യേക ദിവസം എത്തിയപ്പോൾ ബൈബിൾ പറയുന്നു, മരുഭൂമിക്ക് അപ്പുറത്തുള്ള ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബോളം മോശ ആടുകളുമായിട്ട് ചെല്ലുകയാണ്. അതിന് ഇംഗ്ലീഷിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഹീ ലെഡ് ദ ഫ്ലോക്ക് ടു ദ ബാക്ക് സൈഡ് ഓഫ് ദ ഡിസേർട്ട് ഈവൻ ടു മൗണ്ട് ഹോരേബ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആ ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബോളം, അതായത് മരുഭൂമിക്ക് അപ്പുറത്ത്, മരുഭൂമിയുടെ പിൻവശത്ത് അവൻ ചെല്ലുകയാണ്. ചെല്ലുന്ന സമയത്ത് യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിൽ നിന്നുകൊണ്ട് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവൻ നോക്കിയപ്പോൾ, സൂക്ഷിച്ച് നോക്കിയപ്പോൾ മുൾപടർപ്പ് തീപിടിച്ച് കത്തുന്നു, എന്നാൽ മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്നതും മോശെ കാണുകയാണ്. ഈ വലിയ കാഴ്ച എന്ത് എന്നറിയുവാൻ, അത് നോക്കുവാനായിട്ട് കുറച്ചുകൂടെ മുൾപടർപ്പിനടുത്തേക്ക് ചെല്ലുന്ന മോശയ്ക്ക് വേഗത്തിൽ ദൈവം അവനെ നോക്കിക്കാണുകയാണ്. വചനം പറയുന്നു, യഹോവ അവനെ കണ്ടപ്പോൾ, മോശയെ കണ്ടപ്പോൾ ദൈവം മുൾപടർപ്പിൻ്റെ നടുവിൽ നിന്ന് അവനെ മോശേ മോശേ എന്ന് വിളിക്കുകയാണ്. അതിന് മറുപടിയായി മോശ ഇതാ ഞാൻ എന്ന് പറയുകയാണ്. ദൈവം മോശയോട് ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമി ആകയാൽ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക എന്ന കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. ഈ വേദഭാഗത്തിലൂടെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് മരുഭൂമിയെ കുറിച്ചാണ്. ഡിസർട്ട് അഥവാ വിൽഡർനെസ്. 3 വേർഡുകൾ ഞാൻ ഇംഗ്ലീഷിൽ ചൂസ് ചെയ്തിരിക്കുകയാണ്. 1 ഡിസർട്ട്, 2 വിൽഡർനെസ്, 3 വാലീസ്. ഡിസർട്ട് എന്ന് പറയുന്നത് തരിശു ഭൂമി, വിൽഡർനെസ് എന്ന് പറയുന്നത് മരുഭൂമി, വാലീസ് എന്ന് പറയുന്നത് താഴ്വര. ഇവകൾ എല്ലായ്പ്പോഴും ഒരു സ്കേറി ആയിട്ടുള്ള ഒരു പ്ലേസസ് ആണ്. മരുഭൂമിയായാലും തരിശുഭൂമിയായാലും താഴ്വരകളായാലും എപ്പോഴും ഒരു സ്കേറിനെസ്, ഒരു സ്കേറി ആയിട്ടുള്ള പ്ലേസാണ്. നമ്മെ എപ്പോഴും ഭയപ്പെടുത്തുന്ന, അതിന് ഒരു ഭ്രമം വരുത്തുന്ന, ഒരു ഭയപ്പാട് കൊണ്ടുവരുന്ന സ്ഥലങ്ങളാണ് ഈ സ്ഥലങ്ങൾ. നമ്മെ ഭയപ്പെടുത്തുന്ന സ്ഥലങ്ങൾ. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനെയുള്ള അനുഭവത്തിലൂടെ നാം കടന്നു പോയിട്ടുണ്ടോ? മരുഭൂമിയുടെ അനുഭവം, ഡിസർട്ടിൻ്റെ, അതുപോലെ വിൽഡർനെസ്സിൻ്റെ, വാലീസിൻ്റെ അനുഭവങ്ങളിലൂടെ വരണ്ടു പോയ അനുഭവങ്ങൾ, ഈർപ്പമില്ലാത്ത അനുഭവങ്ങൾ, അതുപോലെ തന്നെ ശൂന്യമായ തരിശ് നിലങ്ങളെപ്പോലുള്ള അനുഭവങ്ങളിലൂടെ നാം കടന്നു പോയവരാണ്. മരുഭൂമി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നാം നേരിട്ട പ്രതിസന്ധികൾ, നമ്മുടെ കഷ്ടതകൾ, നമ്മുടെ ദുരിതങ്ങൾ, തകർന്ന അനുഭവങ്ങൾ, സ്നേഹവും കരുതലും നമുക്ക് ലഭിക്കാതെ പോയ സന്ദർഭങ്ങൾ, നമ്മെ സ്നേഹിച്ചവർ നമുക്ക് നൽകിയ ദുരിതങ്ങൾ, ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് മരുഭൂമിയുടെ ജീവിത അനുഭവങ്ങൾ. നാം പ്രതീക്ഷിച്ചതിൽ നിന്നും വ്യത്യസ്തമായ, വേറിട്ട, പ്രതികൂലമായ അല്ലെങ്കിൽ റിഫ്ലക്ഷൻസ് നമ്മുടെ ലൈഫിൽ വന്ന് നമ്മുടെ ജീവിതത്തെ തരിശിന് തുല്യമാക്കി മരുഭൂമിയുടെ വരണ്ടുപോയ അനുഭവത്തിലാക്കിയ അനുഭവങ്ങൾ, രീതികൾ, ചിത്രങ്ങൾ. മോശെ 40 വർഷം യിത്രോവിൻ്റെ ആടുകൾ മേയിച്ചു. 40 വർഷവും മോശ മിദ്യാനിലായിരുന്നു. ഈ മിദ്യാൻ എന്ന് പറയുന്ന സ്ഥലം സൗദി അറേബ്യയുടെ, ഇന്നത്തെ ആധുനിക സൗദി അറേബ്യയുടെ വടക്ക് പടിഞ്ഞാറായി കാണുന്ന വടക്ക് പടിഞ്ഞാറായി കിടക്കുന്ന സ്ഥലമാണ് മിദ്യാൻ. അന്നത്തെ മിദ്യാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരു ആട്ടിടയനെ സംബന്ധിച്ച് മരുഭൂമി എന്ന് പറയുന്നത് കഷ്ടതകൾ നിറഞ്ഞതാണ്, അനുകൂലമല്ലാത്ത സാഹചര്യം.
ഇഷ്ടപ്പെടാത്ത സാഹചര്യം. പക്ഷേ പലപ്പോഴും മരുഭൂമികൾ താണ്ടി വേണം ആടുകൾക്ക് അല്ലെങ്കിൽ പച്ചപ്പുല്ല് കിട്ടുന്ന സ്ഥലങ്ങളെ കണ്ടെത്തുവാനായിട്ട്, വെള്ളം കിട്ടുന്ന സ്ഥലങ്ങൾ കണ്ടെത്തുവാൻ പലപ്പോഴും മരുഭൂമികൾ ദീർഘദൂരം താണ്ടി വേണം കടന്നു ചെല്ലുവാനായിട്ട്. ആ മരുഭൂമി പ്രയാണത്തിൽ ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് അനുകൂലമല്ലാത്ത പ്രതികൂല സാഹചര്യങ്ങളും കാത്തിരിപ്പുണ്ടാകും. ആ അനുഭവങ്ങളെ താണ്ടി ജീവിച്ച 40 വർഷങ്ങൾ മോശയുടെ ജീവിതത്തിൽ ഈ വേദപുസ്തക ചരിത്രത്തിലൂടെ നമുക്ക് നോക്കിക്കാണാവുന്നതാണ്. ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത്, നമുക്ക് പ്രതികൂലമല്ലാത്ത ഒരു സാഹചര്യത്തെ നമുക്ക് പ്രതികൂലമായ ഒരു സാഹചര്യത്തെ, നമുക്ക് അനുകൂലമല്ലാത്ത ഒരു സാഹചര്യത്തെ നമുക്ക് അനുകൂലമാക്കി മാറ്റുവാൻ കഴിയുമോ? മോശ 40 വർഷം തൻ്റെ മരുഭൂമി യാത്രയാണ്. ഈ പ്രതികൂലമായ അവസ്ഥയെ അനുകൂലമാക്കി മാറ്റുവാൻ നമ്മെക്കൊണ്ട് സാധിക്കുമോ? ഇവിടെ മോശ എന്ത് ചെയ്തു എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി, മോശെ മരുഭൂമിക്ക് പിൻവശത്തുള്ള, അതായത് പുറകുവശത്തുള്ള ദൈവത്തിൻ്റെ പർവ്വതത്തെ കണ്ടെത്തുന്ന ഒരു ചിത്രത്തെ കാണുവാനായി സാധിക്കും. മോസസ് ഡിസ്കവേർഡ് ദ മൗണ്ടൻ ഓഫ് ഗോഡ് ഓൺ ദ ബാക്ക് സൈഡ് ഓഫ് ഡിസർട്ട് എന്നാണ് ഇംഗ്ലീഷിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബാക്ക് സൈഡ് ഓഫ് ഡിസർട്ട്, ഈ വേർഡ് നിങ്ങൾ മറന്നു പോകരുത്. ബാക്ക് സൈഡ് ഓഫ് ഡിസർട്ട്. ഈ ലോകത്തിലെ എല്ലാ ജീവിതങ്ങൾക്കും ഒരു ബാക്ക് സൈഡ് ഉണ്ട്. ഈ ലോകത്തിലെ എല്ലാ സ്വഭാവങ്ങൾക്ക് പിന്നിലും ഒരു ബാക്ക് സൈഡ് ഉണ്ട്. ഈ ലോകത്തിലെ എല്ലാ കഷ്ടതകൾക്ക് പിൻവശത്ത് ഒരു ബാക്ക് സൈഡ് ഉണ്ട്. മറന്നു പോകരുത്. എല്ലാവറ്റിൻ്റെയും പിന്നിൽ ഒരു ബാക്ക് സൈഡ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. പുറപ്പാട് 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു, മോശെ ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടു ചെന്നുവെന്ന് വായിക്കുകയാണ്. ഹോരേബ് പർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഇന്നത്തെ ആധുനിക സൗദി അറേബ്യയുടെ പടിഞ്ഞാറായി യോർദാന്റെ ഹിജാസ് എന്ന പ്രവിശ്യയിലാണ്. ചെങ്കടലിൻ്റെ അരികിലായിട്ടാണ് ഈ ഹോരേബ് പർവ്വതം സ്ഥിതി ചെയ്യുന്നത്. ഈ ഹോരേബും പർവ്വതവും സീനായ് എന്ന് പറയുന്ന പർവ്വതവും ഒന്ന് തന്നെയാണ്. ഇതെപ്പോഴും ദൈവമക്കൾ മനസ്സിലാക്കിയിരിക്കണം. ഒരു പർവ്വതം 2 പേരുകളിൽ അറിയപ്പെടുകയാണ്. അത് വേദപുസ്തക പണ്ഡിതന്മാരാൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. ഒടുവിൽ കണ്ടെത്തുവാനായിട്ട് സാധിച്ചത് ഒരു പർവ്വതത്തെ 2 പേരുകളിൽ അറിയപ്പെടുകയാണ്. ഒന്ന് ഹോരേബ് എന്നും 2 സീനായ് എന്നും. അങ്ങനെയെങ്കിൽ സീനായ് എന്ന് പറയുന്നതും ഹോരേബ് പർവ്വതം എന്ന് പറയുന്നതും ഒരു പർവ്വതം തന്നെയാണ് എന്നതിൽ സംശയമില്ല. ഹോരേബ് അഥവാ സീനായ്, ഇത് മോശയെ സംബന്ധിച്ച് ഒരുപാട് അനുഭവങ്ങളുള്ള, എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഈ സീനായ് അഥവാ ഹോരേബ് എന്ന് പറയുന്ന പർവ്വതം, അതായത് ഒരുപാട് അനുഭവങ്ങൾ തനിക്ക് ലഭ്യമായിട്ടുള്ള സ്ഥലം. പ്രധാനമായും 3 കാര്യങ്ങളെ മോശയുടെ ജീവിതവും ഈ സീനായ് അഥവാ ഹോരേബ് പർവ്വതവുമായുള്ള ബന്ധത്തിൽ നമുക്ക് നോക്കിക്കാണുവാനായി സാധിക്കും. ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ പ്രദാനം ചെയ്തിട്ടുള്ള ചില സ്ഥലങ്ങളുണ്ടാകാം, ചില വ്യക്തികളുണ്ടാകാം, ചില മേഖലകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ശരിയല്ലേ പ്രിയമുള്ളവരെ? ഒരുപക്ഷെ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. നമ്മുടെ ജീവിതത്തിലെ ഏറെ സ്വാധീനിച്ച ചില മേഖലകൾ, ചില ഹിഡൻ പ്ലേസസ്, ചില പബ്ലിക് പ്ലേസസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. പുറകിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ, ഫ്ലാഷ് ബാക്കിലേക്ക് നോക്കുമ്പോൾ ചില ഏരിയകൾ, ചില സ്ഥലങ്ങളിൽ നമ്മുടെ ശ്രദ്ധ ചെന്ന് പതിപ്പിച്ച് നിൽക്കുന്നത് സാധിക്കും. നമ്മുടെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് ആയ ചില സമയങ്ങൾ, നമ്മുടെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള ഡൈവേർഷനായ ചില പ്രധാന ഏരിയകൾ, ജീവിതത്തിന് വഴിത്തിരിവ് സമ്മാനിച്ച, ജീവിതത്തിന് വഴിത്തിരിവിനെ പ്രദാനം ചെയ്ത ചില പ്രത്യേക സ്ഥലങ്ങൾ, പ്രത്യേക അനുഭവങ്ങളെ നമുക്ക് നോക്കിക്കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ മോസസിന്റെ ജീവിതം ഈ ഹോരേബ് അഥവാ സീനായ് പർവ്വതവുമായി ബന്ധപ്പെടുത്തി 3 കാര്യങ്ങൾ. ഒന്ന്, ദൈവത്തിൻ്റെ ശബ്ദം ഏറെ കേട്ട ഒരു സ്ഥലമാണ് ഈ സീനായ് അഥവാ ഹോരേബ് പർവ്വതം. മോസസ് ഹിയർഡ് ദ വോയിസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ശബ്ദം അധികം ഏറെ ശ്രവിച്ച ഒരു പർവ്വതമാണ് ഈ സീനായ് അഥവാ ഹോരേബ് പർവ്വതം. 2, ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഏറെ കണ്ട ഒരു പർവ്വതം കൂടിയാണ്. Moses saw the miracles of God. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഏറെ കണ്ടനുഭവിച്ച ഒരു പർവ്വതമാണ് ഹോരേബ് അഥവാ സീനായ് പർവ്വതം. 3, ദൈവത്തിൻ്റെ മഹത്വം
കണ്ട ഒരു പർവ്വതം. മോസസ് saw the manifestation of God എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ മഹത്വത്തെ ഏറെ അനുഭവിച്ച ഒരു പർവ്വതമായിരുന്നു ഈ ഹോരേബ് അഥവാ സീനായ്. ഹോരേബ് അഥവാ സീനായ് പർവ്വതത്തെ വിളിക്കുന്ന മറ്റൊരു പ്രധാന പേരുണ്ട്, ദ മൗണ്ടൻ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ പർവ്വതം എന്ന പേര്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബോളം മോശ ആടുകളുമായി ചെന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെ വിളിക്കുവാൻ കാരണം പർവ്വതത്തിൻ്റെ ശ്രേഷ്ഠത കൊണ്ടല്ല. ഹോരേബ് ഓഫ് അല്ലെങ്കിൽ മൗണ്ടൻ ഓഫ് ഗോഡ് എന്ന് പറയുവാൻ ആ പർവ്വതത്തിൻ്റെ ശ്രേഷ്ഠതയല്ല, പർവ്വതത്തിൻ്റെ മഹത്വമല്ല, മറിച്ച് ദൈവം ആ പർവ്വതത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ദ മൗണ്ടൻ ഓഫ് ഗോഡ് എന്നതുകൊണ്ട്, ദൈവം തൻ്റെ സാന്നിധ്യം ആ പർവ്വതത്തിൽ നൽകിയത് കൊണ്ടാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യം നൽകിയത് കൊണ്ട് മാത്രമാണ് ദ മൗണ്ടൻ ഓഫ് ഗോഡ് എന്ന വിളിപ്പേര് അവിടെ ഉണ്ടായത്. പ്രിയമുള്ള ദൈവജനമേ, എന്നെ നോക്കി ഒരാൾ ദൈവത്തിൻ്റെ പൈതൽ എന്ന് വിളിക്കുന്നു എങ്കിൽ, ദൈവത്തിൻ്റെ മകൻ, ദൈവത്തിൻ്റെ ദാസൻ, ദൈവത്തിൻ്റെ മകൾ, ദൈവത്തിൻ്റെ കുടുംബം, ദൈവത്തിൻ്റെ സഭ എന്ന് വിളിക്കുന്നു എങ്കിൽ, ഇറ്റ് ഈസ് നോട്ട് മൈ എലിജിബിലിറ്റി, ഇറ്റ് ഈസ് നോട്ട് മൈ ഏബിൾനെസ്, എൻ്റെ കഴിവോ എൻ്റെ യോഗ്യതയോ ഒന്നുമല്ല പ്രിയമുള്ളവരെ. ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നിൽ മറ്റുള്ളവർ കണ്ടതുകൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ദൈവത്തിൻ്റെ പൈതൽ, ദൈവത്തിൻ്റെ ദാസൻ, ദാസി എന്ന് വിളിക്കുന്നത്. പ്രിയമുള്ളവരെ ചോർക്കുക. പക്ഷേ ഈ കാലഘട്ടത്ത് ദൈവത്തിൻ്റെ ദാസൻ, ദാസി എന്ന് നാം ഒരാളെ വിശേഷിപ്പിക്കുമ്പോൾ, ദൈവത്തിൻ്റെ മകൻ, മകൾ അഥവാ ദൈവ പൈതൽ എന്ന് ഒരു വ്യക്തിയെ നാം വിശേഷിപ്പിക്കുമ്പോൾ, ആ വ്യക്തിയിൽ വാസ്തവത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയുന്നുണ്ടോ? ചിന്തിക്കുക പ്രിയമുള്ളവരെ. പലപ്പോഴും ഇന്ന് വിശേഷിപ്പിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലാത്ത ഒരുപാട് ഇടങ്ങളെ നാം ദൈവത്തിൻ്റെ പൈതലെന്നും ദൈവത്തിൻ്റെ ദാസൻ, ദാസി എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അത് തെറ്റായ ഒരു ജീവിത നിലവാരത്തിലൂടെയാണ് ക്രിസ്തീയ വിശ്വാസ ജീവിതം നമുക്ക് കാണുവാൻ കഴിയുന്നത്. മറന്നു പോകരുത്, ദൈവത്തിൻ്റെ ദാസൻ, ദൈവത്തിൻ്റെ ദാസി, ദൈവത്തിൻ്റെ പൈതൽ വിശേഷിപ്പിക്കുന്നത് എവിടെയാണോ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളത്, ആരിലാണോ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ അനുഭവിച്ചറിയുവാൻ കഴിയുന്നത്, ആ വ്യക്തിയാണ് ദൈവത്തിൻ്റെ ദാസൻ, ദാസി അഥവാ ദൈവത്തിൻ്റെ പൈതൽ എന്ന് ഓർക്കുക പ്രിയമുള്ളവരെ. ഇവിടെ മരുഭൂമിയിൽ ദൈവം എവിടെ ആകുന്നു ചോദ്യമാണ്. ഇവിടെ മരുഭൂമിയിൽ നമുക്ക് ദൈവത്തെ കണ്ടെത്തുവാൻ കഴിയുമോ? അഥവാ നമ്മുടെ കഷ്ടതയാകുന്ന മരുഭൂമിയിൽ ദൈവം ഉണ്ടോ? ഒരു വലിയ ചോദ്യമാണ്. ഞാനൊരു കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ, എൻ്റെ കുടുംബം ഒരു പ്രതിസന്ധിയുടെ കടന്നു പോകുമ്പോൾ, എൻ്റെ മരുഭൂമി പോലുള്ള ഒരു ജീവിത ഈർപ്പമില്ലാത്ത ഒരു അനുഭവത്തിലേക്ക്, ജലമില്ലാത്ത ഒരു അനുഭവത്തിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ അവിടെ ദൈവം ഉണ്ടോ ചോദ്യമാണ്. ഞാനൊരു വേദന അനുഭവിക്കുന്നു, അവിടെ ദൈവമുണ്ടോ? ഞാനൊരു ക്രൈസിസിലൂടെ കടന്നു പോകുന്നു, അവിടെ ദൈവമുണ്ടോ? ക്യാൻ ഐ ഏബിൾ ടു സീ ഗോഡ് ഇൻ മൈ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ? എൻ്റെ കഷ്ടതയാകുന്ന അനുഭവങ്ങളിലൂടെ ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് ദൈവത്തെ അനുഭവിക്കുവാനായി കഴിയുന്നുണ്ടോ? ദൈവത്തെ കാണുവാനായിട്ട് എനിക്ക് കഴിയുന്നുണ്ടോ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നിങ്ങളൊരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യുവാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു വിഷമകരമായ അനുഭവത്തിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ, ആ വിഷമസന്ധിയുടെ നടുവിൽ ക്യാൻ യു ഏബിൾ ടു സീ ഗോഡ്? Can you able to experience the presence of God? നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യമോ ദൈവത്തെയോ കാണുവാൻ കഴിയുന്നുണ്ടോ? വിശദമാക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 3:8 മുതൽ 10 വരെ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ വായിക്കാം. ഞാൻ കിഴക്കോട്ട് ചെന്നാൽ അവൻ അവിടെ ഇല്ല. ഇത് ദൈവത്തെക്കുറിച്ച് ഇയ്യോബ് പറയുന്നതാണ്. ഞാൻ കിഴക്കോട്ട് നോക്കി, പക്ഷേ ദൈവം അവിടെ ഇല്ല. ഞാൻ പടിഞ്ഞാറോട്ട് ചെന്നാലും എനിക്ക് ദൈവത്തെ കാണുവാൻ കഴിയുന്നില്ല. വടക്ക് അവൻ പ്രവർത്തിക്കയിൽ നോക്കിയിട്ട്, വടക്ക് സ്ഥലത്ത് ദൈവം പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ കേട്ടു, പക്ഷേ ഞാൻ അവിടെ നോക്കിയിട്ട് അവിടെയും എനിക്ക് ദൈവത്തെ കാണുവാൻ കഴിഞ്ഞില്ല. ഞാൻ തെക്കോട്ട് ദൈവം തിരിഞ്ഞു എന്ന് ഞാൻ കേട്ടു, പക്ഷേ അവനെ അവിടെ നോക്കിയിട്ടും ഞാൻ കാണുന്നില്ല. അതായത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഭാഗമാണ്. ഇയ്യോബ് 23-ാം അധ്യായത്തിൽ ഇയ്യോബ് പറയുന്നത്, ഞാൻ തെക്കോട്ടും കിഴക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടും ഒക്കെ ഞാൻ അന്വേഷിച്ചു, എൻ്റെ ദൈവത്തെ ഞാൻ കാണുന്നില്ല.
ആമേൻ. ജീവിതത്തിലൊരു വലിയ കഷ്ടപ്പാടിന് നടുവിൽ, ദുരിതത്തിന്റെ നടുവിൽ ഇയ്യോബ് ആഴ്ത്തപ്പെടുമ്പോൾ, മരുഭൂമി പോലുള്ള ജീവിതത്തിന്റെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ അവൻ തെക്കോട്ട് നോക്കുന്നു, പടിഞ്ഞാറോട്ട് നോക്കുന്നു. ദൈവം എവിടെ? ഇത്രയും നാൾ ഞാൻ സ്നേഹിച്ച ദൈവം, ഞാൻ ആരാധിച്ച ദൈവം, ഞാൻ ഉപവസിച്ച ദൈവം, ആമേൻ, ഞാൻ പ്രാർത്ഥിച്ച ദൈവം, ഞാൻ സാക്ഷിച്ച ദൈവം, ആ ദൈവം എവിടെ? എൻ്റെ കഷ്ടതയിൽ എൻ്റെ ദൈവം എവിടെ എന്ന് ഞാൻ ചുറ്റുപാടും തിരിഞ്ഞു നോക്കി. പക്ഷെ എനിക്ക് ഒരിടത്തും കാണുവാൻ കഴിയുന്നില്ല. ചിലരൊക്കെ പറഞ്ഞു, അതാ ദൈവം അവിടെയുണ്ട്, നീ വിളിക്ക് എന്ന് പറഞ്ഞ് ഞാൻ ഓടി അങ്ങോട്ട് പോയപ്പോൾ, അങ്ങോട്ട് ശ്രദ്ധ വെച്ചപ്പോൾ എനിക്ക് ദൈവത്തെ കാണുവാൻ കഴിഞ്ഞില്ല. മറ്റു ചിലർ പറഞ്ഞു, അതാ ദൈവം അവിടെ പ്രവർത്തിക്കുന്നു. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കി, എനിക്ക് അവിടെയും കാണുവാൻ കഴിഞ്ഞിട്ടില്ല. ആമേൻ. എൻ്റെ ജീവിതത്തിൻ്റെ 4 വശങ്ങളിലും ഞാൻ ദൈവത്തെ നോക്കി, എനിക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. വേർ ഈസ് മൈ ഗോഡ് ഇൻ മൈ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ? എൻ്റെ മരുഭൂമി പോലുള്ള ജീവിതയാത്രയുടെ നടുവിൽ എൻ്റെ ദൈവം എവിടെ? എൻ്റെ ദൈവം എവിടെ? പക്ഷേ ആ 3-ാം അധ്യായത്തിൻ്റെ ഇയ്യോബ് 3:10 പറയുകയാണ്, ഇത് ഇയ്യോബ് പറയുകയാണ്, എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു, എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ഹല്ലേലൂയ, ആമേൻ. പ്രിയമുള്ളവരെ, അവൻ പറയുന്നു, എനിക്ക് നോക്കിക്കാണുവാൻ കഴിയുന്നില്ല, എനിക്ക് എൻ്റെ ദൈവത്തെ കണ്ടെത്തുവാനായി കഴിയുന്നില്ല. പക്ഷേ ഞാൻ നടക്കുന്ന വഴി അറിയുന്ന ഒരു ദൈവമുണ്ട്, എൻ്റെ വഴി അറിയുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ ഏതവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഞാൻ ഏതവസ്ഥയിലൂടെയാണ്, എൻ്റെ മനസ്സിന്റെ വിഷമതകൾ, എൻ്റെ ഭാരങ്ങൾ, ഞാൻ സഞ്ചരിക്കുന്ന വഴികൾ, എൻ്റെ സാഹചര്യങ്ങൾ, അവസ്ഥകളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ഞാൻ ദൈവത്തെ ത്യജിക്കുകയില്ല. അവൻ എന്നെ അടിച്ചാലും ഞാൻ അവനെ സ്നേഹിക്കും. ആമേൻ. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു, എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. മരുഭൂമി പോലുള്ള പ്രതിസന്ധിയിലൂടെ ഞാൻ നടത്തപ്പെട്ടാലും എന്നെ സ്നേഹിക്കുന്ന, എന്നെ അറിയുന്ന, എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. ഈ പരിശോധനകൾ, ഈ സൂര്യതാപമേറ്റ് എൻ്റെ അനുഭവങ്ങൾ കടന്നു പോകുമ്പോൾ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. എൻ്റെ ഈ കഷ്ടതയുടെ ഔട്ട്കം എന്ന് പറയുന്നത് ഞാൻ അനേകം പേർക്ക് പ്രയോജനമുള്ള ഒരു മുത്തായി, ഒരു ഡയമണ്ടായി ഞാൻ എൻ്റെ ജീവിതം മാറുമെന്നാണ് ഇവിടെ ഇയ്യോബ് വെളിപ്പെടുത്തി നൽകുന്നത്. പ്രിയമുള്ളവരെ, ഉത്തമഗീതം 2:1 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ ശാരോനിലെ പനിനീർ പുഷ്പവും താഴ്വരകളിലെ താമര പൂവുമാകുന്നു. ഹല്ലേലൂയ. ദൈവം പറയുന്നു, ഞാൻ ശാരോനിലെ പനിനീർ പുഷ്പം, താഴ്വരകളിലെ താമര പൂവാകുന്നു. താഴ്വരകൾ നിനക്ക് എവിടെയാണോ ഭയപ്പാട് നൽകുന്നത്, എവിടെയാണോ നിനക്ക് ഭയം ഏറെ വരുന്നത്, അവിടെ നിനക്കായി ഒരു താമര പൂ പോലെ ഞാൻ നിന്നോട് കൂടെയുണ്ടെന്നാണ് പ്രിയനായ നമ്മുടെ കർത്താവ് നമ്മോട് പറയുന്നത്. 1 രാജാക്കന്മാരുടെ പുസ്തകം 20:28 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു, ഞാൻ പർവ്വത ദേവനാകുന്നു എന്ന് അരാമ്യർ പറകൊണ്ട്, പർവ്വതങ്ങളുടെ ദൈവം അവൻ, ആ പർവ്വതത്തിന്റെ മൗണ്ടൻ ഓഫ് ഗോഡ് എന്നത് അവിടെ വെളിപ്പെടുത്തി നൽകുകയാണ്. സങ്കീർത്തന പുസ്തകം 121:1-2 വായിക്കുമ്പോൾ അവിടെ പറയുന്നു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു എന്ന് അവിടെ ദാവീദ് പറഞ്ഞിരിക്കുകയാണ്. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. ഞാൻ വലത്തോട്ട് നോക്കി, ഞാൻ ഇടത്തോട്ട് നോക്കി, ഞാൻ എൻ്റെ പുറകിലേക്ക് നോക്കി, എൻ്റെ 4 ദിക്കുകളിലേക്ക് നോക്കി. എൻ്റെ വരണ്ട ജീവിതാനുഭവത്തിൽ എനിക്ക് കാണുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ കണ്ണുകളെ ഞാൻ മുകളിലേക്ക് ഉയർത്തുകയാണ്. എന്നെ നോക്കിക്കാണുന്ന ദൈവം, എന്നെ അറിയുന്ന ദൈവം, എൻ്റെ അവസ്ഥകൾ അറിയുന്ന ദൈവം, എൻ്റെ സാഹചര്യങ്ങൾ അറിയുന്ന ദൈവം, എൻ്റെ വേദനകളെ, എൻ്റെ രോദനങ്ങളെ അറിയുന്ന ദൈവത്തെ ഞാൻ നോക്കിക്കാണുകയാണ്. ഇവിടുത്തെ പ്രധാന ചിന്ത, ബാക്ക് സൈഡ് ഓഫ് ഡിസേർട്ട്, മരുഭൂമിയുടെ പുറകുവശം, മരുഭൂമിയുടെ അപ്പുറം. ഹല്ലേലൂയ, ആമേൻ. നിങ്ങളുടെ ജീവിതമാകുന്ന മരുഭൂമിയുടെ അപ്പുറത്ത് ഒരു ദേശമുണ്ട് പ്രിയമുള്ളവരെ. അപ്പുറത്തൊരു പർവ്വതമുണ്ട്. ബാക്ക് സൈഡ് ഓഫ് ഡിസേർട്ട്. ശിഷ്യന്മാരെ യേശു പടക് കയറ്റി അക്കരെ കടത്തിയ ശേഷം യേശു ഇപ്പുറത്തെ നിർജ്ജന സ്ഥലത്ത് ഒരു ഓഫ് സൈഡ്, ബാക്ക് സൈഡിലേക്ക് പോവുകയാണ്. പ്രൈസ് ഗോഡ്. ശിഷ്യന്മാരെ അക്കരയ്ക്ക് പടക് കയറ്റി അയച്ച ശേഷം യേശു ബാക്ക് സൈഡിലേക്ക് പോവുകയാണ്. ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഹിസ് ഫാദർ, തൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുവാൻ, തൻ്റെ പിതാവുമായി ബന്ധപ്പെടുവാൻ ബാക്ക് സൈഡ് ഓഫ് ദ ഷോറിലേക്ക് പോവുകയാണ്. അബ്രഹാം മരുഭൂമിയുടെ പിൻവശം, ബാക്ക് സൈഡിലേക്ക് പോവുകയാണ്, മോരിയ മലയിലേക്ക്. ഒരു മരുഭൂമി കടന്നു വേണം മോരിയ മലയിലേക്ക് ചെല്ലുവാൻ.
അബ്രഹാം ഡിസേർട്ടിനപ്പുറത്തുള്ള മരുഭൂമിയുടെ ബാക്ക് സൈഡിലെ ആ പർവ്വതത്തിലേക്ക് അബ്രഹാം പോകുന്നത് കാണുവാനായി സാധിക്കും. യേശു മരുഭൂമി താണ്ടിയാണ് കാൽവരി മലയിലേക്ക് പോയത്. മരുഭൂമി താണ്ടി എക്കാലത്തും ലോകത്തിൽ ദൈവത്തിനെ ഉയർത്തുന്ന, ദൈവപുത്രനായ ക്രിസ്തുവിനെ ഉയർത്തുന്ന കാൽവരിയോളം യേശു കടന്നു ചെന്നത് ബാക്ക് സൈഡ് ഓഫ് ഡിസർട്ട് എന്നത് മറന്നു പോകരുത് പ്രിയമുള്ളവരെ. ജീവിതത്തിൽ നാം മനസ്സിലാക്കുക, കട്ടതയാകുന്ന മരുഭൂമികൾക്കപ്പുറത്ത് അതിൻ്റെ പുറകിൽ ഒരു പർവ്വതമുണ്ട് പ്രിയമുള്ളവരെ. ദ മൗണ്ടൻ ഓഫ് ഗാഡ്. ഹല്ലേലൂയ. ഒരു മൗണ്ടൻ ഓഫ് ഗാഡ് ഉണ്ട് പ്രിയമുള്ളവരെ. ദൈവത്തിൻ്റെ പർവ്വതമുണ്ട്. ആ പർവ്വതം എന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലമാണ്, ദൈവത്തിൻ്റെ ശബ്ദമുള്ള സ്ഥലമാണ്, ദൈവത്തിൻ്റെ മഹത്വമുള്ള സ്ഥലമാണ്. യെസ് പ്രിയമുള്ളവരെ, വോയിസ് ഓഫ് ഗാഡ്, മിറക്കിൾസ് ഓഫ് ഗാഡ്, മാനിഫെസ്റ്റേഷൻ ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ അത്ഭുതവും ശബ്ദവും അടയാളങ്ങളും ഒക്കെ മഹത്വവും ഒക്കെയുള്ള ഒരു പർവ്വതം കട്ടതകളുടെ പിൻവശത്തുണ്ട്, അതിൻ്റെ അപ്പുറത്തുണ്ട്. ഇത് ദൈവമക്കൾക്ക് എക്കാലത്ത് ഉറപ്പ് നൽകുന്ന, നിശ്ചയം നൽകുന്ന, പ്രത്യാശ നൽകുന്ന ഒരു അനുഭവമാണ് എന്ന് നാം മറന്നു പോകരുത്. ഞാൻ പറയട്ടെ, ജീവിതത്തിൽ എന്തൊക്കെ തന്നെ പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ വന്നാലും നിങ്ങൾ ആ പർവ്വതത്തോളം നടന്ന് നീങ്ങുക പ്രിയമുള്ളവരെ. മോശെ ആടുകളുമായിട്ട് മരുഭൂമിക്ക് അപ്പുറത്തുള്ള ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബോളം ചെന്നു. ആമേൻ. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന തീക്ഷ്ണമായ അനുഭവങ്ങളുടെ നടുവിൽ ഒന്നത് പാസ് ചെയ്ത് പോയേ പ്രിയമുള്ളവരെ. ഒന്ന് പാസ് ചെയ്യുക. കഷ്ടത വേണ്ട എന്ന് പറയരുത്, എൻ്റെ വേദന വേണ്ട എന്ന് പറയരുത്, കണ്ണുനീർ വേണ്ട എന്ന് പറയരുത്. ഇത് പാസ് ചെയ്ത് പോകുക, ഇത് നീ കടന്നു പോകുക. കാരണം കടന്നൊന്ന് നിനക്ക് അപ്പുറം വരെ, അതിൻ്റെ അപ്പുറത്ത് ദൈവത്തിൻ്റെ പർവ്വതമുണ്ട്. ഇറ്റ് ഈസ് വെയിറ്റിംഗ് ഫോർ യു. നിനക്കായി അത് കാത്തിരിപ്പുണ്ട്. ഒരു പർവ്വതം, ദൈവത്തിൻ്റെ പർവ്വതത്തോളം നിനക്ക് കടന്നു പോകേണ്ട ശക്തി ദൈവം തരും പ്രിയമുള്ളവരെ. ആമേൻ. ദൈവം നിന്നെ കൈവിടുകയില്ല. ഞാൻ നിന്നെ കൈവിടുമോ, ഞാൻ നിന്നെ കൈവിടുമോ, എണ്ണമില്ലാതുള്ള നന്മകൾ തന്നില്ലേ, ഞാൻ നിന്നെ കൈവിടുമോ. ഇന്നലകളിൽ നിങ്ങളെ നടത്തിയൊരു ദൈവമുണ്ടല്ലോ. ഇന്ന് നീ മരുഭൂമിയുടെ അനുഭവത്തിൽ നിൽക്കുമ്പോൾ ദൈവം പറയാണ്, ഞാൻ നിന്നെ കൈവിടും, പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം. ഞാൻ നിന്നെ കൈവിടുകയില്ല, പക്ഷേ നീ ഒരു കാര്യം ചെയ്യണം. ഈ മരുഭൂമി താണ്ടി അതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നീ വരണം. ടു റീച്ച് ദ മൗണ്ടൻ ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ പർവ്വതത്തോളം നടന്നു വരിക. നിനക്ക് വിശ്രമം ലഭിക്കുന്ന, നിന്നെ ഉയർത്തുന്ന, നിന്നെ അനുഗ്രഹിക്കുന്ന, സമൃദ്ധിയാൽ നിറയ്ക്കുന്ന, നിന്റെ ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റുന്ന ഒരു പർവ്വതമുണ്ട്. അതുവരെ നീ നടന്നു വരിക എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ഒന്നാമത്തെ ചിന്ത ഞാൻ നിങ്ങളോട് പറഞ്ഞത്, മോശെ മരുഭൂമിക്ക് പിൻവശത്തുള്ള, പുറകുവശത്തുള്ള ദൈവത്തിൻ്റെ പർവ്വതത്തെ കണ്ടെത്തുന്നു. നമ്മുടെ മരുഭൂമി യാത്രയുടെ മധ്യേ ദൈവത്തിൻ്റെ പർവ്വതത്തെ കണ്ടെത്തുക. ബാക്ക് സൈഡ് ഓഫ് ഡിസേർട്ട്. രണ്ടാമത്തെ ചിന്ത, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 22 വരെ വായിക്കുമ്പോൾ അതിൻ്റെ 6-ാം വാക്യത്തിൽ മോശെ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ട് മുഖം മൂടിയെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എൻ്റെ രണ്ടാമത്തെ ചിന്ത, മോശെ കണ്ടെത്തിയ മരുഭൂമിയുടെ പിൻവശത്തുള്ള പർവ്വതത്തിൽ ദൈവത്തെ അനുഭവിക്കുകയാണ്. യഥാർത്ഥ ആരാധനയുടെ അനുഭവമാണ്. മോശ കണ്ടെത്തിയ ദൈവത്തിൻ്റെ പർവ്വതത്തിൽ മോശ ദൈവത്തെ അനുഭവിക്കുന്നു. യഥാർത്ഥ ആരാധനയുടെ അനുഭവം, എ റിയൽ വർഷിപ്പ്. മോശയുടെ ആത്മാവും ആ പർവ്വതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവും തമ്മിൽ സംഭാഷണം ചെയ്യുകയാണ്. കോൺവെർസേഷൻ ഈച്ച് അതർ. രണ്ടുപേരും തമ്മിൽ സംഭാഷണം ചെയ്യും. നോക്കുക, ദൈവത്തോട് സംഭാഷിക്കുകയാണ്. ദൈവം മോശയോടും, മോശ ദൈവത്തോടും പരസ്പരം സംഭാഷിക്കുകയാണ്. ദിസ് ഈസ് വി യൂസ് ടു കോൾ ആസ് എ റിയൽ വർഷിപ്പ്. ഇതാണ് യഥാർത്ഥ ആരാധന. വാട്ട് ഈസ് വർഷിപ്പ്? ദൈവത്തിൻ്റെ ആത്മാവും നമ്മുടെ ആത്മാവും തമ്മിലുള്ള കൂടിച്ചേരൽ. ദൈവത്തിൻ്റെ ആത്മാവും നമ്മുടെ ആത്മാവും തമ്മിൽ സംഭാഷിക്കുന്നത്, സംസാരിക്കുന്നത്. ആമേൻ, സ്തോത്രം. എത്ര അനുഗ്രഹീതമായ ഒരു അനുഭവം പ്രിയമുള്ളത്. ദാറ്റ് ഈസ് വി യൂസ് ടു കോൾ ആസ് എ വർഷിപ്പ്. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നത്. മോശെ ദൈവത്തിൻ്റെ പർവ്വതത്തോളം ചെന്നു. ഹോരേബ് പർവ്വതത്തിൻ്റെ അടുക്കൽ പോവുകയാണ്.
അഗ്നിയിൽ നിന്നുകൊണ്ട് ദൈവം സംസാരിക്കുന്നത്. ഹോളി ഗോഡ്, വിശുദ്ധനായ ദൈവം, ആമേൻ, കത്തുന്ന മുൾപ്പടർപ്പിൽ നിന്നുകൊണ്ട് മോശേ മോശേ എന്ന് വിളിക്കുമ്പോൾ, ഇതാ ഞാനെന്ന് പറയുമ്പോൾ, ഇതാ സംഭാഷണ ആരാധന തുടങ്ങുകയാണ്. വിശുദ്ധിയിൽ നിന്നുകൊണ്ട് നിന്റെ ചെരിപ്പഴിച്ച് കളയുക. ഈ സ്ഥലം വിശുദ്ധമാണ്. ദൈവം നിൽക്കുന്ന സ്ഥലം അത് വിശുദ്ധമാണ്. ദൈവ സാന്നിധ്യം നൽകുന്ന സ്ഥലം വിശുദ്ധമാണ്. ദൈവത്തിന്റെ ശബ്ദം കേൾപ്പിക്കുന്ന സ്ഥലം അത് വിശുദ്ധമാണ്. ആമേൻ. ആ സ്ഥലത്ത് നീ വരുമ്പോൾ വിശുദ്ധിയോട് കടന്നു വരിക. കടന്നു വന്ന് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, പരിശുദ്ധാത്മ അഗ്നിയിൽ നിന്നുകൊണ്ട്, ആമേൻ, സ്തോത്രം, ദൈവത്തോട് നീ സംസാരിക്കുക. ആ തേജസ് കണ്ടുകൊണ്ട്. ഇതാണ് റിയൽ വർഷിപ്പ് എന്ന് പറയുന്ന പ്രിയമുള്ളവരെ. അവിടെ അതിൽ മായമില്ല, അതിൽ മലിനതയില്ല. ഇന്നത്തെ ആരാധന കേന്ദ്രങ്ങളിൽ, ആരാധന കെട്ടിടങ്ങൾക്കുള്ളിൽ നടക്കുന്ന പ്രിയമുള്ളവരെ, ആമേൻ, മലിനത, ആരാധനയുടെ നടുവിലെ മലിനതകൾ, മായങ്ങൾ, ഇതൊന്നുമില്ലാത്ത ഒരു അനുഭവമാണ് റിയൽ വർഷിപ്പിനെ കുറിച്ച്, മോസസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. മോസസ് ആൻഡ് ഗോഡ് ഹാവ് എ റിയൽ വർഷിപ്പ്. അവിടെ ഒരു റിയൽ വർഷിപ്പ് സാധ്യമാകുകയാണ്. പരിശുദ്ധമായ ആരാധന, ദൈവികമായ ആരാധന. യഥാർത്ഥ ആരാധന എന്നത് ദൈവത്തെ കണ്ടുമുട്ടുക എന്നതാണ്. റിയൽ വർഷിപ്പ് എന്ന് പറയുന്നത് ദൈവത്തെ കണ്ടുമുട്ടുക, ദൈവത്തോട് സംഭാഷിക്കുക, ദൈവ സാന്നിധ്യം അനുഭവിക്കുക, ദൈവിക വിടുതലിൻ്റെ നിയോഗം പ്രാപിക്കുക. ഈ 4 കാര്യങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ കുറിച്ച് വയ്ക്കുക, നിങ്ങളുടെ ഡയറിയിൽ കുറിച്ച് വയ്ക്കുക. യഥാർത്ഥ ആരാധന എന്ന് പറയുന്നത് ദൈവത്തെ കണ്ടുമുട്ടുക. ഞാൻ ഓരോ ഞായറാഴ്ചയും ഞാൻ ആരാധനയ്ക്കായി ചെല്ലുമ്പോൾ ദൈവത്തെ കണ്ടുമുട്ടുന്നുണ്ടോ? ഞാൻ ഓരോ ഞായറാഴ്ചയും ദൈവത്തിൻ്റെ ആരാധനയ്ക്കായി ചെല്ലുമ്പോൾ ദൈവത്തോട് സംഭാഷിക്കുകയും ദൈവം എന്നോട് സംഭാഷിക്കുകയും ചെയ്യുന്നുണ്ടോ? ഞാൻ ഓരോ ഞായറാഴ്ചയും ഓരോ ആരാധനയിലും പങ്കെടുക്കുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ടോ? ഞാൻ ഓരോ ആരാധനയിലും പങ്കെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ നിയോഗമായ വിടുതൽ അനുഭവിക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ ആ ആരാധനയെ വിട്ടുകളയുക പ്രിയമുള്ളവരെ. അത് ജീവനില്ലാത്ത ആരാധനയാണ്. ഏത് സ്ഥലമാകട്ടെ, ഏത് വലിയ ചർച്ചാകട്ടെ, ചെറിയ ചർച്ചാകട്ടെ, ഹോം ചർച്ചാകട്ടെ, വേറെ വാട്ടെവർ ഇറ്റ് മേ ബി, അതങ്ങ് വിട്ടുകളയുക. ഒറ്റയ്ക്ക് വരിക, ദൈവത്തിലേക്ക് തിരിയുക പ്രിയമുള്ളവരെ. ജീവനുള്ളത് എന്തിനാ വെറുതെ ഒരു ടൈം പാസിന് വേണ്ടി? എന്തിനാ വെറുതെ വേസ്റ്റിംഗ് ഓഫ് യുവർ ടൈം? ദൈവ സാന്നിധ്യമില്ലാത്ത സ്ഥലത്ത് യു ഷുഡ് നോട്ട് വർഷിപ്പ്. അത് ഒരു ക്ലബിൽ പോയിരിക്കുന്നതിന് തുല്യം, ഒരു സിനിമാശാലയിൽ പോയിരിക്കുന്നതിന് തുല്യമാണ് പ്രിയമുള്ളവർ, ഒരു നാടകശാലയിൽ പോയിരിക്കുന്ന തുല്യമാണ്. നിങ്ങൾക്ക് ദൈവത്തെ കണ്ടുമുട്ടാനാകുന്നില്ല എങ്കിൽ, ദൈവത്തോട് സംഭാഷിക്കുവാൻ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നില്ല എങ്കിൽ, നിങ്ങൾക്ക് ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ, ദൈവത്തിൻ്റെ നിയോഗമായി വിടുതൽ ലഭിക്കുന്നില്ല എങ്കിൽ, അവിടെ മായമുണ്ട്, മലിനതയുണ്ടെന്ന് മനസ്സിലാക്കുക. അവിടെ വിശുദ്ധിയില്ല. ദൈവം വിശുദ്ധി വെളിപ്പെടുന്ന ദൈവമാണ്. അതാണ് റിയൽ വർഷിപ്പ് പ്രിയമുള്ളവരെ. ഈ ആരാധന, ഇവിടുത്തെ നടക്കുന്ന ഈ ആരാധന മോശയും ദൈവവും മാത്രമാണ്. എത്ര ബ്യൂട്ടിഫുള്ളായ ഒരു അനുഭവം. മോസസ് ആൻഡ് ദ ഹോളി ഗോഡ്, അല്ലെ, ഒരു ഹ്യൂമനും ഒരു ഡിവൈനും തമ്മിലുള്ള ഒരു അനുഭവം, ബന്ധം, അതാണ് വർഷിപ്പ് എന്നതുകൊണ്ട് ഞാൻ അർത്ഥമാക്കിയത്, അല്ലേ. ഭൂമിയിൽ നിന്നുള്ള ഒരു ഹ്യൂമൻ, ഒരു മനുഷ്യൻ, സ്വർഗത്തിൽ നിന്നുള്ള ഒരു ഡിവൈൻ, ദൈവം, ജീവനുള്ള ദൈവം, ദൈവികം, ഇത് രണ്ടും തമ്മിൽ കണ്ടുമുട്ടുകയാണ്, രണ്ടും തമ്മിൽ കൂടിച്ചേരുകയാണ്. ഇതിൻ്റെ ഔട്ട്കമാണ് ആരാധന എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് ഒരു വലിയ വിടുതലിലേക്ക് നയിക്കുകയാണ്. ഈ കണ്ടുമുട്ടൽ, ഈ സാന്നിധ്യം, ഇതൊരു വലിയ, അല്ലെ, ഒരു എക്സ്പാൻഷൻ, അല്ലെങ്കിൽ ഒരു എക്സ്പോസിലേക്ക്, വേറൊരു ലെവലിലേക്ക് ഇത് നയിക്കുകയാണ്. ഒരു വലിയ വിടുതലേക്ക്, ഒരു വലിയ നിയോഗത്തിലേക്ക്, ഒരു വലിയ ദൗത്യത്തിലേക്ക് വഴി നടത്തപ്പെടുന്നു എന്നുള്ളതാണ്. ലിബറേഷൻ, വിടുതൽ, 2 രീതികൾ കാണുവാനായി സാധിക്കും. ഇവിടെ ഈ ലിബറേഷൻ, ഈ ഭാഗത്തെ ലിബറേഷൻ 2 നിലകളിൽ സംഭവിക്കുകയാണ്. ഒന്നാമതായിട്ട് 40 വർഷത്തെ ആട് മേയിച്ചു കൊണ്ടിരുന്ന ഒരു കെട്ടിൽ നിന്നും, ബന്ധനത്തിൽ നിന്നും മോശ വിടുതൽ പ്രാപിക്കുകയാണ്. ഹല്ലേലൂയ. 40 വർഷം സഹിച്ച് തൻ്റെ അമ്മായി അപ്പനോടൊപ്പം അവൻ്റെ ആടുകളെ മേയിച്ച് ലോകവുമായിട്ട് ബന്ധമില്ലാതിരുന്ന ഒരു കെട്ടപ്പെട്ട, ബന്ധിക്കപ്പെട്ട, അടയ്ക്കപ്പെട്ട അനുഭവത്തിൽ നിന്ന് മോശയ്ക്കിതാ ഈ ആരാധന കഴിഞ്ഞപ്പോൾ, ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ആ ഒരു ആരാധന കഴിഞ്ഞപ്പോൾ, സംഭാഷണം കഴിഞ്ഞപ്പോൾ ഒരു വിടുതൽ പ്രാപിക്കുകയാണ്. ദൈവം അവിടെ നിന്ന് പ്ലക്ക് ചെയ്യുകയാണ്. ദൈവം മോസസിനെ അവിടെ നിന്ന് പറിച്ചെടുക്കുകയാണ്, വേരോടെ പിഴുതെടുക്കുകയാണ്.
നീ ഇനി ഇവിടെ കിടന്നത് മതി, ആടുകളെ മേയിച്ചത് മതി, ഇനി എൻ്റെ ജനത്തെ മേയ്ക്കേണ്ടുന്നവനാണ്, എൻ്റെ ജനത്തെ നീ നയിക്കേണ്ടുന്നവനാണ്, നിനക്കിതാ ഒരു വലിയ ദൗത്യം തരുവാൻ പോവുകയാണ്. നീ ഇനി മീൻ പിടിക്കുന്നവനല്ല, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കുമെന്ന് പത്രോസിനോട് പറഞ്ഞുവെങ്കിൽ ഇവിടെ മോസസിനോട് പറയുകയാണ്, മോസസേ ഇനി നീ ആട് മേയ്ക്കേണ്ടുന്നവനല്ല, എൻ്റെ ജനത്തെ മേയ്ക്കേണ്ടുന്നവനാണ്, അതിലേക്ക് ഞാൻ നിന്നെ നയിക്കുവാൻ പോവുകയാണ്. ആമേൻ. നീ കെട്ടപ്പെട്ട് കിടന്നത് മതി, അന്ധകാര തീയ ശക്തികൾക്ക് കീഴ്പ്പെട്ട് കിടന്നത് മതി. ആമേൻ. നീ ഏത് വീട്ടിലായിക്കൊള്ളട്ടെ, എവിടെ ആയിക്കൊള്ളട്ടെ, അവിടെ നിന്ന് ഞാൻ നിന്നെ പറിച്ചെടുക്കാൻ പോവുകയാണ്, നിന്നെ യൂസ് ചെയ്യാൻ പോവുകയാണ്, നിന്നെ ഒരു അത്ഭുതമായ പ്രകാശമാക്കുവാൻ പോവുകയാണ്. എരിഞ്ഞ് പ്രകാശിക്കുന്ന യോഹന്നാൻ സ്നാപകനെ പോലെ എരിഞ്ഞ് പ്രകാശിക്കുന്ന ഒരു വിളക്കായി, ഒരു ദീപസ്തംഭമാക്കി നിന്നെ മാറ്റുവാൻ പോകുകയാണ്. ഇത് ഒന്നാമത്തെ വിടുതൽ. രണ്ടാമത്തെ വിടുതൽ ഈ ആരാധന കഴിഞ്ഞപ്പോൾ പറയുന്നത്, ദൈവജനമായ ഇസ്രയേലിനെ മിസ്രൈമിൽ നിന്ന് വിടുവിക്കുവാനുള്ള ഒരു നിയോഗമാണ് അവിടെ കിട്ടുന്നത്. ഒരു വലിയ നിയോഗം. സി വർഷിപ്പ്, ഹൗ ഇറ്റ് ഈസ് ചേഞ്ച് അവർ ലൈഫ്. ആരാധന, റിയൽ വർഷിപ്പ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന മാറ്റത്തെ ഒന്ന് നോക്കിയേ. ഇത് അനുഭവിക്കുക. ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ഈ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടാകണം. ഒരു വലിയ ആൾക്കൂട്ടത്തിലല്ല, നെവർ ഒരു കൺവെൻഷനാകട്ടെ, ഒരു വലിയ ആൾക്കൂട്ടത്തിലൊന്നും അല്ല പ്രിയമുള്ളവരെ. ഈവൻ നാം ഒറ്റയ്ക്ക് ഇങ്ങനെ ഫേസ് ടു ഫേസ് നിൽക്കുവാൻ നിങ്ങൾക്കാകണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒറ്റയ്ക്ക് നിൽക്കുവാൻ കഴിയുമോ? അങ്ങനെ നിൽക്കുവാൻ തക്കവണ്ണം നിങ്ങളിൽ എന്ത് നന്മയാണുള്ളത് പ്രിയരെ? നിങ്ങളുടെ സ്നേഹം, ദൈവത്തുള്ള ഇൻറ്റിമസി, അത് പരിപാവനമായിരിക്കണം. അതിൽ വിശുദ്ധി ഉണ്ടാകണം. ദൈവത്തോടുള്ള നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾക്ക് ആത്മാർത്ഥത ഉണ്ടാകണം. നിങ്ങൾക്കതിലൊരു വിശുദ്ധി ഉണ്ടാകണം, അതിലൊരു വിശ്വാസം ഉണ്ടാകണം, അതിലൊരു വിനയമുണ്ടാകണം, അതിലൊരു വിശ്വസ്തത ഉണ്ടാകണം. ദൈവം നിങ്ങളെ നയിക്കും പ്രിയമുള്ളവരെ. ആരാധന പവർഫുൾ, എഫക്റ്റീവായിരിക്കും, മോർ എഫക്റ്റീവ്. ആ വർഷിപ്പ് എഫക്റ്റീവായിരിക്കും. അതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത്, നിങ്ങൾ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങളെ ദൈവം വിടുവിക്കും. 2, നിങ്ങളിലൂടെ വലിയൊരു വിടുതലിൻ്റെ നിയോഗ ശുശ്രൂഷ തരും. മറ്റൊരു കുടുംബത്തെ രക്ഷിപ്പാനായിരിക്കും, മറ്റൊരു പേഴ്സണെ രക്ഷിക്കുവാനായിരിക്കും, നിങ്ങളുടെ ജോലിസ്ഥലത്ത് മറ്റൊരു പേഴ്സണെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാനാകും, നിങ്ങളുടെ യാത്രാമധ്യേ മറ്റൊരു വലിയൊരു പ്രേക്ഷിത ദൗത്യമാകും ദൈവം കണ്ടിരിക്കുന്നത്. തിരശ്ശീലയ്ക്ക് പിന്നെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച്, എന്നെക്കുറിച്ച് ഒരു വലിയ പദ്ധതി ഉണ്ട് പ്രിയമുള്ളവരെ. ആ പദ്ധതിക്ക് ചെയ്യുവാൻ നിങ്ങൾ മുൻവരണം. നിങ്ങൾക്ക് ലിബർട്ടി ഉണ്ടാകണം. അത് നടക്കണമെങ്കിൽ നിങ്ങൾക്ക് ആരാധന ഉണ്ടാകണം. ആമേൻ. വിടുതൽ നൽകുന്ന ആരാധന, കൂടുതൽ ബന്ധനത്തിലാകുന്ന ആരാധന ചെയ്തത് മതി പ്രിയമുള്ളവരെ. ഇന്ന് ഈ ലോകത്തിലെ ആരാധനകൾ കൂടുതൽ നമ്മെ വീണ്ടും ബന്ധനത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ വളരെ വിഷമിപ്പിക്കുന്ന കാര്യമാണ്, ഞാൻ വേദനപ്പെടുന്ന കാര്യമാണ്. മാനുഷിക നിയമങ്ങൾ കൊണ്ടുവന്ന്, സമ്പ്രദായങ്ങൾ കൊണ്ടുവന്ന് മനുഷ്യനെ ഓരോ ആരാധന കഴിയുമ്പോൾ വീണ്ടും ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അവൻ്റെ മനസ്സിനെ ബന്ധിക്കുന്നു, അവൻ്റെ കൈകാലുകളെ ബന്ധിക്കുന്നു. ഇതല്ലേ നമുക്കിന്ന് കാണുവാൻ കഴിയുന്നത്. ആരാധനകൾ ഒരിക്കലും ബന്ധനത്തിലേക്കല്ല. ആരാധന എപ്പോഴും മനുഷ്യനെ സ്വതന്ത്രരാക്കുന്നു, വിടുതലിൻ്റെ അനുഭവത്തിലേക്ക്, ദൈവികമായ വിടുതലിലേക്ക് അവരെ വഴി നടത്തുന്നു, ലിബർട്ടി പ്രദാനം ചെയ്യുന്നു. ഇറ്റ് പ്രൊഡ്യൂസ് ലിബർട്ടി. മറന്നു പോകരുത് പ്രിയമുള്ളവരെ. മോശെ ഹോരേബിൽ വച്ച് തുടങ്ങിയ ആരാധന. ആമേൻ. മോശെ ഹോരേബ് അഥവാ സീനായിൽ വച്ച് തുടങ്ങിയ ആരാധന തൻ്റെ ജീവിതത്തിൽ തുടർന്നുകൊണ്ടേയിരുന്നപ്പോൾ ദൈവം ഹോരേബിൽ വച്ച് തുടങ്ങിയ വിടുതൽ, മോശയെ വിടുതൽ ചെയ്യുന്നത് ഇന്നും ഈ കാലഘട്ടത്തും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ഈ ചിന്ത മറന്നു പോകരുതേ. ഞാൻ ഒന്നുകൂടെ പറയട്ടെ. മോശെ ഹോരേബിൽ വെച്ച് തുടങ്ങിയ ആരാധന തൻ്റെ ജീവിതത്തിൽ തുടർന്നുകൊണ്ടേയിരുന്നപ്പോൾ ദൈവം ഹോരേബിൽ വെച്ച് തുടങ്ങിയ വിടുതലിൻ്റെ പ്രവൃത്തി ഈ കാലഘട്ടത്തും തലമുറയായി ഇന്ന് ക്രിസ്തുവിലൂടെ, തുടർന്ന് അപ്പോസ്തലന്മാരുടെ ശിക്ഷകണങ്ങളിലൂടെ, ആദിമവിശ്വാസികളുടെ, ആധുനിക വിശ്വാസികളിലൂടെ, ഭക്തന്മാരിലൂടെ ഇന്നും ഈ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ മരുഭൂമി പോലുള്ള ജീവിത അനുഭവങ്ങളുടെ നടുവിലാണ് നിങ്ങളെങ്കിൽ, മരുഭൂമിക്ക് അപ്പുറത്തുള്ള ബാക്ക് സൈഡിലുള്ള ദൈവത്തിൻ്റെ പർവ്വതത്തെ കണ്ടെത്തുക. അതുവരെ ഒന്ന് റീച്ച് ചെയ്യുക പ്രിയമുള്ളവരെ. ആമേൻ. ആ മരുഭൂമിക്ക് അപ്പുറത്തുള്ള, നിങ്ങളിന്ന് അനുഭവിക്കുന്ന കട്ടത അപ്പുറത്ത് ദൈവത്തിൻ്റെ ഒരു പർവ്വതമുണ്ട് പ്രിയമുള്ളവരെ. അതുവരെ നിങ്ങൾക്ക് പോകുവാനൊന്ന് കഴിയണം. അതിന് ശക്തി ദൈവം നിങ്ങൾക്ക് തരും. ദ ഹോളി സ്പിരിറ്റ് തരും.
എത്ര നീറുന്ന പ്രശ്നങ്ങളായാലും ടെൻഷനായാലും അതിൻ്റെ അപ്പുറത്ത് നിങ്ങൾ സഞ്ചരിക്കുക. സഞ്ചരിച്ചതിൻ്റെ അപ്പുറത്ത് നിങ്ങൾ മനസ്സിലാക്കണം, ദർ ഈസ് എ മൗണ്ടൻ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഒരു പർവ്വതമുണ്ട്. യെസ്, ഇറ്റ് മേ ബി എ ഹോരേബ്, ഇറ്റ് മേ ബി എ സീനായ്, ഇറ്റ് മേ ബി എ സയൻ, ബട്ട് ഗോഡ് ഈസ് ദെയർ. ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അവിടെ പോകുക, അവിടെ പോയി വർഷിപ്പ് ചെയ്യുക. അല്ലെ, ഇൻഡിവിജ്വൽ വർഷിപ്പ്, അല്ലെ, വ്യക്തിപരമായി ദൈവത്തെ ആരാധിക്കുക, സംഭാഷിക്കുക. നിങ്ങളുടെ ജീവിതത്തിന് വിടുതലുണ്ടാകും. നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു വലിയ വിടുതലിൻ്റെ ശുശ്രൂഷയും ദൈവം നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കും. പ്രിയമുള്ളവരെ, കണ്ടെത്തുന്ന ദൈവത്തെ ആരാധിക്കുക, ആത്മാവിലും സത്യത്തിലും, മായം ചേർക്കാതെ, മലിനത ചേർക്കാതെ. ആരാധനയുടെ ഒടുവിൽ ദൈവം നൽകുന്ന ആ വിടുതൽ പ്രാപിച്ചെടുക്കുക. ജീവിതത്തിന് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ടാകും, നന്മകളുണ്ടാകും. അപ്രകാരം വിടുതൽ ആരാധന പ്രദാനം ചെയ്യുന്ന വിടുതൽ പ്രാപിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇന്നത്തെ ചോദ്യം ഇതാണ്: ഹോരേബ് പർവ്വതത്തിൻ്റെ മറ്റൊരു പേര് എന്താണ്? ഹോരേബ് പർവ്വതത്തിന് നൽകപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലത്തിന് 2 പേരുകളുണ്ട്. ഹോരേബ് പർവ്വതത്തിൻ്റെ മറ്റൊരു പേര് എന്താണ്? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ സന്ദേശം നിങ്ങളുടെ മറ്റു പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുക. മറ്റുള്ള ദൈവഭാഗത്തേക്ക് തിരിയട്ടെ, സത്യവചനത്തിലേക്ക് തിരിയട്ടെ, ദൈവവചനം കേൾക്കട്ടെ, ദൈവത്തോടുകൂടെ ബന്ധം സ്ഥാപിക്കട്ടെ. അതിനായി നിങ്ങൾ ഈ വലിയ ശുശ്രൂഷ ചെയ്യുക. ദൈവം നിങ്ങളെ ഒരുക്കട്ടെ. ആമീൻ. കണ്ണുകളടയ്ക്കാം. നമ്മുടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഉന്നതങ്ങളിൽ വാസമായിരിക്കുന്ന സർവ്വവല്ലഭനായ സ്വർഗീയ പിതാവാം ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹത്തിൻ്റെ ഉറവിടമേ, അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഏറ്റവും ധന്യമായ സന്തോഷമേറിയ ഈ പ്രഭാതവേളയ്ക്കായി സ്തോത്രം. ഈ മാസത്തിൻ്റെ 2ാമത്തെ ഞായറാഴ്ച ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ, ദൈവമേ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ ഈ നോമ്പിൻ കാലഘട്ടത്ത് ദൈവം ഞങ്ങളെ ഒരുക്കിയല്ലോ. സ്തോത്രം ചെയ്യുന്ന പിതാവേ, ഈ വചനം ശ്രവിച്ച ഞങ്ങളുടെ മക്കളെ യേശുവേ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിടുതൽ നൽകുന്ന ആരാധന, ഞങ്ങളുടെ ആരാധനകളപ്പ നിർജീവമായ ആരാധനകളെ മാറ്റി, ജീവനില്ലാത്ത ആരാധനകളെ മാറ്റിയപ്പ ഞങ്ങളുടെ ജീവിതത്തിന് വിടുതൽ നൽകുന്ന ആമേൻ സ്തോത്രം ആരാധനകളാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ഞങ്ങൾ ഒരുക്കണമേ, സഹായിക്കണമേ. വചനം കേട്ട എല്ലാവിടുത്തെ മക്കളെ അനുഗ്രഹിക്കുന്നു. സ്തോത്രമപ്പ. ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ തലമുറകളെ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ദേശത്തെ, സഭയെ, ആമീൻ, ഞങ്ങളുടെ രാജ്യത്തെ, ലോകരാഷ്ട്രങ്ങളെ, കർത്താവെ, മിഷണറി പ്രവർത്തനങ്ങളെ, ആമീൻ, ഒക്കെ ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മുന്നോട്ടുള്ള ജീവിതയാത്രയിലപ്പ ആമീൻ സ്തോത്രം ഞങ്ങളുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കണമേ. ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ ഉള്ളത്തെ സന്തോഷിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ സമഗ്ര വശങ്ങളും കർത്താവെ ശുഭമായിരിക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളം സന്തോഷിക്കും. ഞങ്ങളുടെ ഒരേ ഒരു പ്രാർത്ഥന ഈ നോമ്പ് കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഉള്ളത്തെ, ഹൃദയത്തെ സന്തോഷിപ്പിക്കണമേ. അവിടുത്തെ കൃപ കൊണ്ട് നിറച്ചാട്ട. നന്ദി പിതാവേ. ആമീൻ. യൂട്യൂബ് ചാനലിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു ഞങ്ങളുടെ യുവ സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെ അനുഗ്രഹിക്കണമേ, അവരെ ആശീർവദിക്കണമേ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ചെയ്യുന്ന ഈ ശുശ്രൂഷ ദൈവനാമമഹത്വത്തിനായി ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, അവിടുത്തെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരേ ഒരു ജീവിതം പപ്പ ഞങ്ങളിലൂടെ യേശുവെ കർത്താവെ, ഞങ്ങളെ കഴിയുന്ന വിധത്തിൽ കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും, പലപ്പോഴും ഞങ്ങൾ സ്വയം ഉരുകുമ്പോഴും അപ്പ, ഒരു മെഴുകുതിരി പോലെ ഞങ്ങൾ സ്വയം ഉരുകുമ്പോഴും ഞങ്ങൾ പ്രകാശിക്കുന്ന കുഞ്ഞു കുഞ്ഞു വെളിച്ചങ്ങളായി ദൈവമേ ഞങ്ങളുടെ ജീവിതങ്ങളെ പ്രകാശിപ്പിക്കണമേ. അപ്രകാരം ഒരുക്കണമേ അപ്പ. മടുത്തു പോകാതെ എപ്പോഴും കർത്താവിൻ്റെ വേലയിൽ ഉത്സാഹമുള്ളവരായി പ്രവർത്തിപ്പാൻ എല്ലാ നിലകളും ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കണമെന്ന് യേശു രക്ഷിതാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. ആമീൻ. കർത്താവിൻ്റെ പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങൾ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ സകല ദുഷ്ടങ്ങളിൽ നിന്നും വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വം ഇന്നും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. വിശ്വാസത്തോടെ ആശീർവാദം കൈക്കൊള്ളുവിൻ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ കൃപ, അനുഗ്രഹം, നന്മ, സമാധാന, സന്തോഷം നിങ്ങളെല്ലാ പേരും എല്ലാ കാലം കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. 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 പ്രിയരെ, വിടുതൽ നൽകുന്ന ആരാധനയ്ക്ക് പങ്കുചേരാം. സത്യ നമസ്കാരികളായി കർത്താവിനെ പിൻപറ്റാം. അതിലൂടെ വിടുതൽ പ്രാപിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ. താങ്ക് യു വെരി മച്ച്.